നല്ല ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ നൽകും. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. എറണാകുളം കേരളത്തിലല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ പാലക്കാട് പോയി, ആലപ്പുഴയിൽ പോയി, പല സ്ഥലങ്ങളിലും പോയി. ഞാൻ മനസ്സിലാക്കിയതിടത്തോളം കോൺഗ്രസ്സിന് UDFന് വ്യക്തമായ ഒരു മേൽക്കൈയുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. ഇതിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. എറണാകുളം ജില്ലയിൽ ഒരു ക്ലീൻ സ്വീപ്പായിരിക്കും. അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് അത് നിങ്ങൾ പുള്ളിനെ പെടുത്തിയതാണ്. അല്ല, നിങ്ങൾ അവരും എതിരല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ഞാൻ പറയാൻ പോകുന്നതാണ് അവർ പറഞ്ഞത്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ CMനെ തീരുമാനിക്കുന്നത് ഒരു പ്രൊസീജിയറാണ്. അത് പാർലമെൻ്ററി പാർട്ടി കൂടി കഴിയുമ്പോൾ പാർലമെൻ്ററി പാർട്ടിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അവരത് ഹൈക്കമാൻഡിനെ ഏൽപ്പിക്കും. ഹൈക്കമാൻഡ് അഭിപ്രായം പറയും. അതിൽ ഞങ്ങൾക്ക് ഒരാശങ്കയില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ആശങ്ക, നിങ്ങൾക്ക് വാർത്തയ്ക്കുള്ള അധികം സ്കോപ്പ് ഉണ്ടാവില്ല. കാരണം വളരെ പെട്ടെന്നായിരിക്കും തീരുമാനങ്ങൾ വരുന്നത്. നിങ്ങൾ അതോർത്ത് യാതൊരു ആശങ്കാകുലരാവേണ്ട കാര്യമില്ല. നല്ല ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ നൽകും. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. എറണാകുളം കേരളത്തിലല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. ഞാൻ പറഞ്ഞു വി ഹാവ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ അനുസരിച്ച് നടക്കും. അത് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ലെന്നേ. എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അതിലെന്താ തെറ്റ്? എനിക്കും ഉണ്ട് വ്യക്തിപരമായ ആഗ്രഹം. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരും, പേടിക്കണ്ട.